അപ്പോൾ ഇന്ന് നമ്മൾ 8ാമത്തെ എപ്പിസോഡ് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് ആയിരുന്നു. നമ്മൾ ആർഡിനോ ബോർഡുകളൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് കവർ ചെയ്തു. നമ്മൾ ട്രാൻസിസ്റ്റർ എന്താ, റെസിസ്റ്റർ എന്താ, ഡയോഡ് എന്താ, പിന്നെ മൾട്ടിമീറ്റർ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഏകദേശം നമ്മളൊരു ബിഗിനറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ബേസിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് എന്തെങ്കിലും സർക്യൂട്ടൊക്കെ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഏകദേശം നമ്മൾ ആർഡിനോ കവർ ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യുന്നത് കവർ ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഒരു മെയിൻ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആർഡിനോ ബോർഡിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആർഡിനോ ബോർഡുകൾ എന്താണ് ആർഡിനോ, ഇത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്, ഇത് പ്രോഗ്രാം ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കേണ്ടത്, പിന്നെ ഇത്തരത്തിലുള്ള കോഡുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള പ്രോജക്റ്റ് ചെയ്യണം, കോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ AI യൂസ് ചെയ്തുകൊണ്ട് GPT പോലെ AI യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഘട്ടം, അതായത് ഫസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആർഡിനോ എന്ന് മനസ്സിലാക്കണം. അതിന് ശേഷം ആർഡിനോ പ്രോഗ്രാമിംഗ് നോക്കാം, അതിന് ശേഷം പ്രൊജക്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പോകണുണ്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം എന്താണ് ആർഡിനോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഒരു ആർഡിനോ നോക്കണം. അതിന് വേണ്ടിയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോബോട്ടിനെ ഉണ്ടാക്കാനോ അതല്ല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് നമുക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാനോ നമ്മൾ മൈക്രോ കൺട്രോൾ ബോർഡുകൾ യൂസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബോർഡാണ് നമ്മൾ ആർഡിനോ ബോർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർഡിനോ ബോർഡുകൾ പല രീതിയിലുള്ള ബോർഡ് വരുന്നുണ്ട്. ആർഡിനോ യൂനോ ബോർഡ് വരുന്നുണ്ട്, ആർഡിനോ നാനോ ബോർഡ് വരുന്നുണ്ട്, ആർഡിനോ മെഗ വരുന്നുണ്ട്, ആർഡിനോ പ്രോ മിനി വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഫോട്ടോസൊക്കെ കൊടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ബോർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ മൈക്രോ കൺട്രോൾ ബോർഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിന് നമുക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈറ്റിന് ഇപ്പോൾ ഒരു 10 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ കൺട്രോൾ ആവശ്യമുണ്ടോ, അതിലോട്ട് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും ഏത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിന്. അപ്പോൾ എന്താണ് ഒരു ആർഡിനോ ബോർഡ് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഒരു മനുഷ്യനും ഒരു ആർഡിനോ ബോർഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയാണ്ടാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എക്സാമ്പിളൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കണ്ട സംഭവം മനസ്സിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളൊക്കെ പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മനുഷ്യൻ്റെയും ഒരു ആർഡിനോ ഒരു മൈക്രോ കൺട്രോൾ ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് എന്തിനും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തിനും കൺട്രോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് പിന്നെ സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ സാധാരണയായിട്ട് ഒരു മനുഷ്യൻ്റെ കേസിൽ ജസ്റ്റ് ചിത്രം വരച്ചാണ് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, വേണമെങ്കിൽ തലയിൽ മുടിയും വരച്ചു കൊടുക്കാം. ഓക്കെ, ഒരു മനുഷ്യനവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മനുഷ്യന് ജസ്റ്റ് എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ അവയവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിനെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു മരമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മരമുണ്ട്. ഇപ്പോൾ ഈ ഒരു മരം ഈ മനുഷ്യന് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ കണ്ണ് വേണം. അതായത് ഈ കണ്ണുണ്ടായാൽ മാത്രമേ ഈ മരത്തിനെ ഈ മനുഷ്യനെ കാണാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ ഈ മനുഷ്യൻ ഈ മരത്തിൻ്റെ അടുത്തൂടെ എത്തണമെന്നുണ്ടെങ്കിൽ കാല് വേണം. ഓക്കെ, പിന്നെ അതേപോലെ എന്തെങ്കിലും വസ്തുക്കൾ പിടിക്കാനോ അനുഭവിക്കാനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൈ വേണം. ആ കൈ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും വസ്തുക്കൾ പിടിക്കാനൊക്കെ ആയിട്ട് മനുഷ്യന് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്തെങ്കിലും വസ്തുക്കളുടെ മണം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മൂക്ക് വേണം. അപ്പോൾ അത്തരത്തിൽ പല അവയവങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കണ്ണാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് യൂസ് ചെയ്യും, കൈയാണെന്നുണ്ടെങ്കിൽ പല സംഭവങ്ങളും പിടിക്കാനായിട്ട് യൂസ് ചെയ്യും, കാലാണെങ്കിൽ നടക്കാനായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഓരോ അവയവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് നേരെ കുറച്ചിന് വേണ്ടി ആർഡിനോ ഒരു മെഷീനിൻ്റെ കേസിലോട്ട് എടുത്ത് നോക്കാം. ഇവിടെ ഒരു മെഷീനുണ്ട്, മെഷീനാണ്, റോബോട്ട് ആയിക്കോട്ടെ. നമുക്ക് ഒരു റോബോട്ടിനെ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് റോബോട്ടായിട്ട് വിചാരിക്കട്ടോ, ഒരു ഹ്യൂമനോട് റോബോട്ടാണ്. ഓക്കെ, ഇത് മനുഷ്യനാണ്, ഇത് ഹ്യൂമൻ, ഇത് റോബോട്ട്. ഓക്കെ, അപ്പം ഈ റോബോട്ടിന് നമുക്ക് ഈ ഓരോ സംഭവം മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ഈ മനുഷ്യനാണെങ്കിൽ ഒരു വസ്തുവിനെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണുണ്ടായിരുന്നു, എന്നാൽ ഈ റോബോട്ടിനാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സെൻസറുകൾ പോലെ നമ്മൾ യൂസ് ചെയ്യും. അവിടെ മനുഷ്യൻ്റെ കേസിൽ നമുക്ക് കണ്ണ് വെച്ചുകൊണ്ട് ഒരു മരത്തിനെ കാണാനായിട്ട് കഴിഞ്ഞു, കൈ വെച്ചുകൊണ്ട് ഓരോ സംഭവങ്ങൾ പിടിക്കാനായിട്ട് കഴിഞ്ഞു, കാല് വെച്ചുകൊണ്ട് നടക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഓരോ സംഭവങ്ങളും മനുഷ്യന് ചെയ്യാണ്ട് കഴിഞ്ഞു. എന്നാൽ ഈ റോബോട്ടിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് കഴിയില്ല. കാരണം അതിനും കയ്യും കാലും മൂക്കും ചെവിയൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സെൻസറുകൾ പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻസർ എന്നുള്ള പുതിയ സംഭവം കേൾക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സെൻസറെ കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ കണ്ണാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള അൾട്രാസോണിക് സെൻസർ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സെൻസറുകൾ യൂസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സെൻസറിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാണ്ട് കഴിയും. ഇവിടെ കണ്ണാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻസർ അൾട്രാസോണിക്
സെൻസർ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞു. നമ്മൾ ആർഡിനോൻ്റെ കേസിൽ സാധാരണ ഇത്തരത്തിലുള്ള അൾട്രാസോണിക് സെൻസറാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പല രീതിയിൽ സെൻസർ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അഡ്വാൻസ്ഡ് ലെവലിൽ ഒരുപാട് കാലം നിങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ബേസിക്സ് ഒക്കെ കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കേണ്ട കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ റോബോട്ടിന് മുന്നോട്ട് ഇനി ഒരു മരം വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ മനുഷ്യൻ്റെ കേസിലൊരു മരം ഉണ്ടായിരുന്നു, നമ്മുടെ റോബോട്ടിൻ്റെ കേസിലൊരു മരമുണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിനെ ഇത് ഡിക്റ്റേറ്റ് ചെയ്യണം. അതായത് മുന്നിൽ ഒരു മരം ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സെൻസർ ഡിക്റ്റേറ്റ് ചെയ്യും. ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ബ്രെയിൻ ഉണ്ടാവും, അതായത് മെയിൻ കൺട്രോൾ ബോർഡ് ഉണ്ടാവും. അതാണ് നമ്മൾ ആർഡിനോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൈക്രോ കൺട്രോൾ ബോർഡ്. അപ്പോൾ അത്തരത്തിലുള്ള ആർഡിനോ ബോർഡിലോട്ട് നമുക്ക് കൊടുക്കും. അപ്പോൾ മനുഷ്യൻ്റെ കേസ് നോക്കേണ്ട ഇവിടെ എന്താണ്, ഒരു ബ്രെയിനാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ കണ്ണൊരു വസ്തുവിനെ കണ്ടു, ആ കണ്ട സംഭവം നേരെ ബ്രെയിനിലോട്ട് പോകും. ആ ബ്രെയിനിന് തരംതിരിക്കുകയാണ് ഇത് എന്ത് സംഭവത്തെ കണ്ടിട്ടുള്ളത്, എത്ര വലുപ്പമുണ്ട്, എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ള ബ്രെയിനിന് തരംതിരിച്ച് വെക്കും. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അതായത് ഇപ്പോൾ ആ മരത്തിൻ്റെ അടുത്തോടെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരത്താണ് നിൽക്കുന്നത് കാര്യമാണ്, എത്ര സൈസിന് എത്ര വലുപ്പത്തിലാണ് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ നമുക്ക് തരംതിരിച്ചാണ് തരും. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ റോബോട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തരംതിരിച്ച് നോക്കാൻ ആർഡിനോ പോലുള്ള പ്രോഗ്രാമിംഗ് ബോർഡുകളുണ്ടാവും. ഈ ബോർഡ് നമ്മൾ ആദ്യം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ച് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ജസ്റ്റ് മനുഷ്യൻ്റെ കേസിൽ ബ്രെയിനാണ് യൂസ് ചെയ്യുക. അവിടെ ബ്രെയിന്, എന്നാൽ ഇവിടെ മൈക്രോ കൺട്രോൾ ബോർഡ് യൂസ് ചെയ്യും. ഓക്കെ, മൈക്രോ കൺട്രോളർ ബോർഡുകൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോൾ ബോർഡുകൾ യൂസ് ചെയ്യും. ഇവിടെ മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ ബ്രെയിൻ യൂസ് ചെയ്യും. നമ്മൾ മനുഷ്യന് കണ്ണ് വെച്ചാണ് മരത്തിനെ കണ്ടു, ആ കണ്ണിൽ നിന്ന് നേരെ ബ്രെയിനിലോട്ട് പോവുകയാണ്. ബ്രെയിനിനെ തരംതിരിച്ചതിന് ശേഷം ഇതൊരു മരമാണ്, ഇത് ഇത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ഇത് പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്നാലും പ്രശ്നമൊന്നുമില്ല, ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതേപോലെ ഇവിടെ മൈക്രോ കൺട്രോൾ ബോർഡ്, നമ്മൾ ആർഡിനോ പോലുള്ള പ്രോഗ്രാമിംഗ് ബോർഡുകൾ മനസ്സിലാക്കി തരികയാണ്. ഇതിപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കണക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും സംഭവം ചെയ്യണം. ഇപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ കൈയുണ്ട്, കയ്യിൽ എന്തെങ്കിലും ഇപ്പോൾ പിടിക്കാൻ അത് നമ്മൾ കൈ യൂസ് ചെയ്യും. എന്നാൽ റോബോട്ടിന് കയ്യും കാലൊന്നും ഇല്ല. അപ്പോൾ അവിടെ എന്താണ് മോട്ടറുകൾ യൂസ് ചെയ്യും, കയ്യിന് പകരമായിട്ട് മോട്ടർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക, ഓരോ സംഭവങ്ങൾ മനുഷ്യൻ്റെ കേസിൽ കൈ വെച്ചുകൊണ്ട് പിടിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ മോട്ടർ യൂസ് ചെയ്ത് കണ്ട് ആ മോട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത് സർവോ മോട്ടർ, നമുക്ക് കുറച്ചുകൂടി പറയുന്നുണ്ട് എന്നിട്ട് സർവോ മോട്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മനുഷ്യൻ്റെ കേസിൽ കൈ വെച്ചാണ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇവിടെ സർവോ മോട്ടർ പോലെ സർവോ മോട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സംഭവം ചെയ്യും. അപ്പോൾ മനുഷ്യൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഇപ്പോൾ കൈ ഇതേപോലെ ഇങ്ങനെ ആക്കാണ്ട് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ റോബോട്ടിന് അത്ര കഴിയില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, സർവോ മോട്ടർ പോലെ മോട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാം ചെയ്തതൊക്കെ ഒരു മെയിൻ ബോർഡ് ഒരു സർക്യൂട്ട് ഇവിടെ ഉണ്ടാവും. അത് ഇവിടെ മനുഷ്യന് ഇവിടെ ബ്രെയിൻ ഉണ്ടായിരുന്നു, ആ ബ്രെയിനിലോട്ടായിരുന്നു എല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മൈക്രോ കൺട്രോൾ ബോർഡ് ഉണ്ടായിരുന്നു, അതിലോട്ട് നമ്മളെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിനനുസരിച്ച് ഇവിടെ കൈയാണെന്നുണ്ടെങ്കിൽ കൈ നേരെ നമ്മൾ ബ്രെയിനിലോട്ട് പോകും, അതായത് നമ്മൾ ആർഡിനോ ബോർഡിലോട്ട് മൈക്രോ കൺട്രോൾ ബോർഡിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് തരംതിരിച്ചതിന് ശേഷം എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടതെന്ന കാര്യമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്തുകൊടുക്കും. അപ്പോൾ ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു, മനുഷ്യൻ്റെ ബ്രെയിൻ ഉണ്ടാവും, ഇവിടെ മൈക്രോ കൺട്രോൾ ബോർഡ് ഉണ്ടാവും, മനുഷ്യന് അവയവങ്ങളായിട്ട് കണ്ണുണ്ട്, കൈയുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്. റോബോട്ടിനാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള സെൻസറുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ കണ്ണിനാണെങ്കിൽ അൾട്രാസോണിക് സെൻസർ പോലെ സെൻസർ യൂസ് ചെയ്യും. കൈ ആക്ഷൻസിന് പകരം ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ കൈയുണ്ട്, കാലിൻ്റെ എല്ലാം ഉണ്ട്, പക്ഷേ റോബോട്ടിനൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ മോട്ടറുകൾ പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യും. മോട്ടറാണ് സർവോ മോട്ടർ ഉണ്ട്, അങ്ങനെ സ്റ്റെപ്പർ മോട്ടറിനാണ്, പല രീതിയിൽ മോട്ടർ ഉണ്ട്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ട് ബേസിക്സ് തൊട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനും ഒരു മൈക്രോ കൺട്രോൾ ബോർഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ജസ്റ്റ് മനുഷ്യനും ഒരു ആർഡിനോ ബോർഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് അടുത്ത കാര്യങ്ങളോട് കടക്കണം, ആർഡിനോയുടെ മറ്റു കാര്യങ്ങളോട് കടക്കാം. നമ്മുടെ ആർഡിനോയെ കുറിച്ച് പറഞ്ഞ സമയത്താണ് നമ്മളോട് പറഞ്ഞത് മൈക്രോ കൺട്രോളർ ബോർഡാണെന്നുള്ളത്. ഇന്ന് ഈ മൈക്രോ കൺട്രോളറിനൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു സംഭവം കേട്ടിട്ടുണ്ട്, മൈക്രോ പ്രോസസ്സർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം മൈക്രോ കൺട്രോളർ എന്താ, മൈക്രോ പ്രോസസ്സർ എന്താണെന്നുള്ള സംഭവങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് വേണ്ടിയാണ് നിരന്തരമായിട്ട് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ റോമൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കേട്ടോ റോം എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ബേസിക്സ് തൊട്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക, റോം എന്താണെന്ന് കാര്യമൊക്കെ എല്ലാവരും കാണാതെ പഠിക്കണം എന്നല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. എന്നാൽ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ റോം എന്താ ജസ്റ്റ് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ വരുന്നതിന് കേട്ടോ. ഈ മൈക്രോ കൺട്രോളിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ റോമൊക്കെ ഒറ്റ ചിപ്പിൽ വരുന്നതിന് നമുക്ക് മൈക്രോ കൺട്രോൾ എന്ന് പറയും. പിന്നെ നമ്മുടെ ഈ മൈക്രോ കൺട്രോൾ ബോർഡിന് മറ്റൊരു പ്രത്യേകത മൾട്ടി ടാസ്കിങ് ആയിരിക്കും.
അതായത് ഒരേ സമയം തന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട് ഇതിന് കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും മൈക്രോ പ്രോസസ്സർ എന്താ, മൈക്രോ കൺട്രോളർ എന്താ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എന്തായാലും ഇനി അഡ്വാൻസ്ഡ് ലെവലിൽ ജസ്റ്റ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇനി മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും റോം അതിനെക്കുറിച്ചുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാണ്ട് കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി അഡ്വാൻസ്ഡ് ലെവലിൽ പറയുന്ന സമയത്തൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും പിന്നെ ഒരു ആർഡിനോ ബോർഡും ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈത്തൺ, C++, ജാവ അങ്ങനെ കുറച്ച് ലാംഗ്വേജുകൾ ഇപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ ഇതിന് മുന്നായിട്ട് എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് മെഷീൻ ലാംഗ്വേജ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനും ആകെ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഓൺ ഓഫ് എന്നുള്ള അവസ്ഥ മാത്രമാണ്. അപ്പോൾ മെഷീനുകൾക്ക് മനസ്സിലാവുന്ന ഈ ഓൺ ഓഫ് എന്നുള്ള അവസ്ഥയെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മറ്റൊരു രീതിയിലൂടെ പറയാം. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേജിലൂടെ ജസ്റ്റ് വരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഓൺ ഓഫ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് 0, 1 എന്നുള്ള അവസ്ഥയോടെ പറയാണ്ട് കഴിയുന്നതാണ്. നമുക്ക് ആദ്യം നമ്മുടെ മെഷീനും നമ്മുടെ റോബോട്ടും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരെ അപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്ക് ഇനി ഇത് മനസ്സിലാക്കാം കേട്ടോ. മെഷീനുകൾക്ക് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ 0, 1 എന്നുള്ളത് മാത്രം മെഷീനുകൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 0 എടുത്തിട്ടുണ്ട്, 1 എടുത്തിട്ടുണ്ട്. ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫായിരിക്കുന്ന അവസ്ഥ, 1 എന്ന് പറഞ്ഞാൽ ഓണായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ മെഷീനുകൾക്ക് ആകെ മനസ്സിലാവുന്നത് 0ഉം 1ഉം മാത്രമാണ്. 0 എന്ന് പറഞ്ഞാൽ ഓഫായിരിക്കുന്ന അവസ്ഥ, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഈ 0 എന്നുള്ളതിൻ്റെ ഓഫ് നമ്മൾ പറയുമല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സിമ്പിളായിട്ട് ലോ എന്നൂടെ പറയാണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് 0 എന്ന് പറഞ്ഞാൽ ഓഫാണ്. അത് നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എന്നൂടെ പറയാൻ പറ്റും. ഈ 1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓൺ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നു, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ എന്നൂടെ പറയാണ്ട് കഴിയും. കണ്ടോ? അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഒരു കാണാതെ പഠിക്കുക. കാരണം ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടാവും, ലോയും ഹൈയും നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കുക എന്താണ് ലോ എന്നുള്ളത്. ലോ എന്ന് പറഞ്ഞാൽ 0 അതായത് ഓഫ് ആയിരിക്കുന്ന അവസ്ഥ, ഹൈ എന്ന് പറഞ്ഞാൽ 1 അതായത് ഓൺ ആയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീനുകൾക്ക് ആകെ മനസ്സിലാവുന്നത് 0ഉം 1ഉം മാത്രമാണ്. അപ്പോൾ ഈ 0ഉം 1ഉം മാത്രം മെഷീനുകൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ A അറിയാം, B അറിയാം, ഇംഗ്ലീഷ് അക്ഷരമാരിലെ നമുക്ക് എല്ലാ സംഭവങ്ങളും അറിയാം. മെഷീനുകൾക്ക് ആകെ മനസ്സിലാവുന്നത് 0ഉം 1ഉം മാത്രമാണ്. അപ്പോൾ ഈ 0, 1 എന്നുള്ളതിന് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്ന് പറയും കേട്ടോ. അപ്പോൾ മെഷീനുകൾക്ക് ആകെ മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം മാത്രമാണ്. അതിന് നമുക്ക് ബൈനറി ലാംഗ്വേജ് എന്ന് പറയാണ്ട് കഴിയും. ഓക്കെ, നമ്മുടെ ഇത്തരത്തിലുള്ള മെഷീൻ ലാംഗ്വേജിലുള്ള ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മെഷീനുകൾക്ക് ആകെ മനസ്സിലാവുന്ന പറഞ്ഞാൽ 0ഉം 1ഉം മാത്രമാണ്. അപ്പോൾ 0ഉം 1ഉം മാത്രമാവുന്ന മെഷീനുകൾക്ക് ആകെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 1 ഉണ്ടാവും, 0 ഉണ്ടാവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് നമുക്ക് ഒരു കോഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ഇത് ഓരോ മെഷീനുകളൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റിന് വേണ്ടി കോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേറെ കോഡിങ് പഠിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നമ്മുടെ ആഡ് ചെയ്യണം. ഇപ്പോൾ 1ഉം 2ഉം നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ 3 എന്ന് കിട്ടണം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് എന്നുള്ളതിൻ്റെ കോഡ് ഇപ്പോൾ 1 0 1 0 1 1 0 1 1 1 എന്നാണ് ജസ്റ്റ് സങ്കല്പിക്കുക. ഇന്നതിന് നേരെ മറിച്ച് നമുക്ക് വേറെ സംഭവം ഇപ്പോൾ രണ്ട് സംഭവങ്ങളോട് ആഡ് ചെയ്യാനുള്ളത്. ഈ നേരെ മറിച്ച് 1 + 2 + 3 ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് പിന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ എന്താ ഉണ്ടാവുക, പിന്നെ ആദ്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക ഈ സംഭവമായിരിക്കും. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടി വരിക 1 1 0 0 1 1 അങ്ങനെ ഈ കോഡായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇനിയും വേറെ കുറേ കോഡ് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതെന്താ ഉണ്ടാവുക, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ സംഭവം മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ് ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓരോ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോഡ് അങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് പിന്നെ ആ പ്രോഗ്രാം ലാംഗ്വേജ് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് മെഷീൻ ലാംഗ്വേജിൻ്റെ കഥ ഏകദേശം അവിടെ തീരാനായിട്ട് പോവുകയാണ്. പിന്നെ ഉണ്ടായി വന്നതാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻ ലെവൽ ലാംഗ്വേജിനെ കുറിച്ചായിരുന്നു. മെഷീൻ ലെവൽ ലാംഗ്വേജിന് മെഷീനുകൾക്ക് മനസ്സിലാവുന്നത് 0ഉം 1ഉം മാത്രമായിരുന്നു. ആ 0ഉം 1ഉം നമുക്ക് ബൈനറി ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ബൈനറി ലാംഗ്വേജുകൾ മെഷീനുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മെഷീൻ ലാംഗ്വേജുകൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഓരോ മെഷീനുകൾക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ കോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉണ്ടായത്. അപ്പോൾ ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് ഇനി മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ മെഷീൻ ലെവൽ ലാംഗ്വേജ് നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉണ്ടാകുന്നു. നമ്മുടെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിൽ ഡിഫിക്കൽട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാലും യൂസ് ചെയ്യാണ്ട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് കാലം നീണ്ടുപോയില്ല. അപ്പോൾ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എല്ലാവർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടായി വന്നപ്പോൾ എന്ത് ചെയ്തു, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ടായി. ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പൈത്തൺ,
നമ്മൾ ഇന്ന് പ്രോഗ്രാം ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പൈത്തൺ, C++, ജാവ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞതെന്ന് വെച്ചാൽ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു, യൂസ് ചെയ്യാണ്ട് ബുദ്ധിമുട്ടായിരുന്നു, അത് ഓരോ മെഷീനും ഡിപ്പെൻഡ് ആയിരുന്നു. പിന്നെ നമ്മൾ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉണ്ടാക്കി, അത് നമുക്ക് യൂസ് ചെയ്യാണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി വന്നാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതാണ് C++, ജാവ, പൈത്തൺ പോലുള്ള ലാംഗ്വേജുകൾ കേട്ടോ. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് വന്നപ്പോഴേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രിൻറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് സാധാരണ ഇംഗ്ലീഷിൽ ചെയ്ത് പ്രിൻറ്റ് ഇല്ലേ, ആ പ്രിൻറ്റ് ചെയ്താൽ തന്നെ എന്തെങ്കിലും സംഭവം പ്രിൻറ്റ് ചെയ്യാണ്ട് കഴിയും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ ഹലോ എന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ ഇതും പ്രിൻറ്റ് ചെയ്യാണ്ട് കഴിയും. സാധാരണ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാണ്ട് കഴിയും. പിന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ സംഭവം നമുക്ക് മെഷീനുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ കമ്പൈലറും ഇൻ്റർപ്രറ്ററൊക്കെ യൂസ് ചെയ്തു. കമ്പൈലർ എന്ന് വെച്ചാൽ മെഷീനുകൾക്ക് നമ്മൾ എഴുതുന്ന കോഡ് നമ്മൾ മെഷീനുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും വേണ്ടിയാണ് ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും തന്നെയാണ് മെഷീനുകളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇതിന് പിന്നിലെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആയാലും മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു, പിന്നെ അസംബ്ലി ലാംഗ്വേജിലോട്ട് മാറി, പിന്നെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് എത്തിപ്പോൾ. അപ്പോൾ ഇത്തരത്തിലായിരുന്നു ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ